ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഞാൻ ഡോക്ടർ അമൃത രമേശ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, യൂറിനറി ഇൻകോണ്ടിനൻസ് എന്നെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാനായിട്ട്. അപ്പൊ യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബ്ലാഡറിന് മൂത്രം പിടിച്ചു വെക്കാൻ ഉള്ളൊരു ശേഷി ഉണ്ടാവും നോർമലി. അത് ഇല്ലാതാവുന്ന ഒരു സിറ്റുവേഷൻ ആണ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. നമുക്ക് എന്താ, ലോസ് ഓഫ് കൺട്രോൾ ആണ്. നമ്മുടെ ബ്ലാഡറിന് തീരെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഉണ്ടാവും, എന്തുണ്ടാവും, ഇൻവോളണ്ടറി ആയിട്ട് നമ്മൾ പോലും അറിയാതെ യൂറിൻ ലീക്ക് ആയിട്ട് പോകുന്നു. ചില സമയങ്ങളിൽ ഇത് വല്ലപ്പോഴും മാത്രമായിരിക്കും ഇങ്ങനെ ലീക്കായി പോകുന്നുണ്ടാവുക. പക്ഷെ ചില കണ്ടീഷനിൽ ഇത് ഭയങ്കരമായിട്ട് ലീക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് കംപ്ലീറ്റ് ആയിട്ട് ലീക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീരെ തന്നെ ഒട്ടും തന്നെ ബ്ലാഡറിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ബ്ലാഡറിന് ഒരു ശക്തി കൊടുക്കാനായിട്ട് പറ്റുന്നില്ല, പിടിച്ചു വെക്കാനുള്ള കൺട്രോൾ തീരെ തന്നെ ഇല്ല, ഇന്നബിലിറ്റി ആയി, ഒരു തരത്തിലുള്ള ശേഷിയും ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് കംപ്ലീറ്റ് ആയിട്ട് ലീക്കേജ് ഉണ്ടാവുന്നത്. അപ്പൊ യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത് പല ടൈപ്പുകളുണ്ട്. അതിൽ ഓരോ ടൈപ്പ് ഞാൻ വിശദീകരിക്കാം. ഒന്നാമത്തെയാണ് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രെസ്, ഒരു ബലമായിട്ട് തുമ്മുക, ചുമക്കുക, പിന്നെ എന്തെങ്കിലും ഭയങ്കരമായിട്ട് നമ്മൾ പൊട്ടിച്ചിരിക്കുക, എക്സസൈസ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുന്ന സമയത്ത് പെട്ടെന്ന് മൂത്രം പോയി പോവുക, ലീക്കേജ് ഉണ്ടാവുക. ഈ ഒരു അവസ്ഥയാണ് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്ന ടൈപ്പിൽ വരുന്നത്. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളിൽ ഇത് കൂടുതലായിരിക്കും കേട്ടോ. അത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി ഒരു പ്രസവം കഴിഞ്ഞു കഴിയുമ്പോൾ, കുട്ടി ജനിച്ചതിന് ശേഷം അല്ലെങ്കിൽ മെനോപോസിന് ശേഷം അവരുടെ ആ ഒരു ബ്ലാഡർ കൺട്രോൾ കുറഞ്ഞു വരുന്നതായിട്ട് കാണാറുണ്ട്. ഇതും ഒരു ടൈപ്പാണ്. രണ്ടാമത്തെയാണ് ഏർജ് ഇൻകോണ്ടിനൻസ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ആക്റ്റീവ് ബ്ലാഡർ ആണ്. ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ സഡൻ ആയിരിക്കും, പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് മൂത്രം പോകാനുള്ള ഒരു ഏർജ്, ത്വര, പെട്ടെന്ന് പോകണം എന്നുള്ളൊരിത്, തീരെ പിടിച്ചു വെക്കാതെ പെട്ടെന്ന് തന്നെ പാസ് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരുന്ന ഒരു അവസ്ഥയാണ് ഇത്. അങ്ങനെ ഒരു തോന്നലോടുകൂടെ യൂറിനേറ്റ് ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്ക് ലീക്ക് ആവുക, ഈ ഒരു അവസ്ഥയാണ് ഇതിൽ വരുന്നത്. ഇത് കൂടുതലും നെർവ് ഡാമേജ് ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ബ്ലാഡർ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ബ്ലാഡറിൽ ഇറിറ്റബിലിറ്റിയോ ഒക്കെ ഉണ്ടാകുന്ന സമയത്താണ് ഇത് കൂടുതലും കാണുന്നത്. മറ്റൊന്നാണ്, മൂന്നാമത്തെയാണ് ഓവർഫ്ലോ ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. അതായത് യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്ലാഡറിന്ന് കംപ്ലീറ്റ്ലി ഇത് പുറത്തേക്ക് പോകുന്നില്ല. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് എന്തുണ്ടാവും, കോൺസ്റ്റന്റ് ആയിട്ട് എപ്പോഴെപ്പോഴായിട്ട് ഡ്രിബ്ലിംഗ് ഉണ്ടാവും, ഇങ്ങനെ ഇറ്റി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അതായത് ബ്ലാഡറിന്ന് കംപ്ലീറ്റ്ലി ആ യൂറിൻ പോയിട്ടില്ല. ഇത് ആരെല്ലാം കൂടുതൽ കാണാന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു നെർവ് ഡാമേജ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിന് എൻലാർജ്മെന്റ് വലിയ രീതിയിൽ വീർത്തിരിക്കുന്ന ഒരു അവസ്ഥയിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത്, മെന്നിന് കേട്ടോ, ആണുങ്ങളിൽ. നാലാമത്തെയാണ് ഫങ്ഷണൽ ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഫിസിക്കൽ അല്ലെങ്കിൽ മെന്റൽ ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടീഷൻസ്, മാനസികപരമായിട്ടോ അല്ലെങ്കിൽ ഫിസിക്കലി ശാരീരികമായിട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രോപ്പർ ടൈമിൽ ബാത്റൂമിലേക്ക് എത്താൻ പറ്റാത്തൊരു അവസ്ഥയിൽ, കറക്റ്റ് ടൈമിന് ആ ഒരു സമയത്ത് തന്നെ മൂത്രം പാസ് ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയിൽ തന്നെ ഇവർക്ക് ബാത്റൂമിൽ എത്താൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ വന്നു പോകുന്നതാണ് ഇത്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്ന ശാരീരികമായിട്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ ആർത്രൈറ്റിസ്, പിന്നെ മാനസികമായിട്ട് ഇപ്പൊ ഡിമെൻഷ്യ ഒക്കെ വരുന്ന ആൾക്കാർക്ക് ഏതാന്നുള്ളൊരു ഇത് കിട്ടാത്തൊരു ഓറിയന്റേഷൻ ഇല്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയ്ക്കാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ സംഭവിച്ചേക്കാം. അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് തോന്നുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു ടൈമിൽ തന്നെ കറക്റ്റ് ടൈമിന് ബാത്റൂമിൽ എത്താൻ പറ്റാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണിത്. അഞ്ചാമത്തെയാണ് മിക്സ്ഡ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ അതിൽ കൂടുതലോ ആയിട്ടുള്ള ഇൻകോണ്ടിനൻസുകൾ, ഇപ്പൊ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള ടൈപ്സിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഒക്കെ മിക്സ്ഡ് ആയിട്ട് ഒരു കോമ്പിനേഷൻ പോലെ വരാം. മിക്കപ്പോഴും വരുന്ന വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് ഇൻകോണ്ടിനൻസും ഏർജ് ഇൻകോണ്ടിനൻസും കൂടെ മിക്സ് ആയിട്ട് ഒരു കോമ്പിനേഷൻ ആയിട്ട് വരാം. ഇതിന്റെ കോസസ് ഇനി പറയാം, എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ വരാനുള്ള സാധ്യത എന്നുള്ളത്. ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസ് വീക്ക് ആവുന്ന ഒരു അവസ്ഥയിൽ അതിന് ശക്തി ഇല്ലാതിരിക്കുക, ആ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ബ്ലാഡർ ഒക്കെ വരുന്ന ഭാഗത്തുണ്ടാവുന്ന പെൽവിക് ഫ്ലോർ, ആ ഒരു ഏരിയനെ നമ്മൾ പെൽവിസ് എന്നാണ് പറയുന്നത്. ആ പെൽവിക് ഫ്ലോർ മസിൽസിന് ശക്തി ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അത് പ്രായാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ ചൈൽഡ് ബർത്തിന് ശേഷമോ അവിടുത്തെ ആ ഒരു മസിൽസിന്റെ ശക്തി കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, മെനോപോസിന് ശേഷമാണെന്നുണ്ടെങ്കിൽ, പിന്നെ എന്തെങ്കിലും നെർവ് ഡാമേജ് കാരണം, സ്ട്രോക്കോ സ്പൈനൽ ഇഞ്ചുറീസോ അല്ലെങ്കിൽ ഡയബറ്റിസോ ഇതൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും നെർവ് ഇഞ്ചുറീസ് അല്ലെങ്കിൽ നെർവിന് എന്തെങ്കിലും ഡാമേജ് വരുന്ന ഒരു അവസ്ഥയിലും ഇങ്ങനെ കാണാറുണ്ട്. പിന്നെ എന്തെങ്കിലും പ്രോസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ പുരുഷന്മാരിലുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ തരത്തിൽ കാണാറുണ്ട്. പിന്നെ UTI നമ്മൾ റെക്കറന്റ് ആയിട്ട് എപ്പോഴും ഇപ്പോ വരാറുള്ളതാണ്. UTI എന്ന് പറയുന്നത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലും ഇങ്ങനെ കണ്ടേക്കാം. അമിതമായിട്ടുള്ള ഭാരക്കൂടുതൽ കാരണം, ഒബിസിറ്റി കാരണം ഈ ഒരു ബ്ലാഡറിലേക്ക് പ്രഷർ കൂടുകയും അതുകൊണ്ട് തന്നെ ഇതിന് പിടിച്ചു വെക്കാൻ പറ്റാതെ മൂത്രം പോയി പോകുന്ന ഒരു അവസ്ഥയും ഉണ്ടാകും. അപ്പൊ അതും ഒരു കോസാണ്.
പിന്നെ ചില മെഡിക്കേഷൻസ് എന്ന് പറയുന്നത് സെഡേറ്റീവ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡയോറിറ്റിക്സ് കാര്യങ്ങൾ എന്തെങ്കിലും മെഡിസിൻ കാരണമായിട്ടും ഇങ്ങനെ ഒരു കോസ് ഉണ്ട്. ഇതിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ഓപ്ഷൻ പറയാന്നുണ്ടെങ്കിൽ കെഫീനേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഭക്ഷണങ്ങൾ കുറയ്ക്കുക. നമ്മൾ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വരുത്തുന്നതിന്റെ ഭാഗമായിട്ട് കെഫീൻ കുറയ്ക്കുക, ആൽക്കഹോൾ കുറയ്ക്കുക, അസിഡിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക. ഇവയെല്ലാം നമ്മൾ കുറയ്ക്കുന്ന വെച്ചാൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിന്റെ ഭാഗമായിട്ടാണ്. നമ്മൾ എപ്പോഴും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ പെൽവിക് ഫ്ലോറിന് ആ ഒരു മസിൽസിന് ശക്തി കൂട്ടാനായിട്ട് പറ്റുന്ന എക്സസൈസുകൾ ചെയ്യാം. അത് നമ്മളിപ്പോൾ ഗൂഗിള് അല്ലെങ്കിൽ യൂട്യൂബ് ഒക്കെ ഇഷ്ടംപോലെ നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ, അപ്പൊ അതിൽ നിങ്ങൾ പെൽവിക് ഫ്ലോർ മസിലിനെ ശക്തിയാക്കാനുള്ള എക്സസൈസുകൾ എന്തൊക്കെയാണോ അതൊക്കെ നോക്കി ചെയ്യാം. പിന്നെ ബ്ലാഡറിനെ ട്രെയിൻ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ യൂറിൻ പാസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ അതിനെ ഡിലേ ചെയ്യാന്ന് വെച്ചാൽ ഒരിക്കലും പിടിച്ചു വെച്ച് അത് വേറൊരു ഇൻഫെക്ഷനിലേക്ക് പോകാനായിട്ട് അനുവദിക്കുക, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഒരു കൺട്രോൾ നമ്മൾ തന്നെ കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ ബ്ലാഡറിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ പല മെഡിസിൻസ് ഉണ്ട്, അത് നമ്മളുടെ ഇതിനെ ടൈറ്റൻ ചെയ്യുന്നതിന്റെ ഇതിനായാലും റിലാക്സ് ചെയ്യുന്നതിനായാലും ഒക്കെ എയ്ഡ് ചെയ്യുന്നതായിട്ട്. കംപ്ലീറ്റ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നില്ല, നമ്മൾ എന്തൊക്കെയായാലും എക്സസൈസും കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ടുള്ള മെഡിസിൻസും അവൈലബിൾ ആയിരിക്കും. പിന്നെ മെഡിക്കൽ ഡിവൈസസ് എന്ന് പറയുന്നത് നമുക്ക് കത്തീറ്റേഴ്സ് യൂസ് ചെയ്യാം, അങ്ങനെ ഓരോ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ളതാണ് സർജറി എന്ന് പറയുന്നത്. സ്ലിംഗ് പ്രൊസീജിയേഴ്സ് എന്തെങ്കിലുമൊക്കെ തരത്തിൽ എന്താണോ ബുദ്ധിമുട്ട് എന്ന് നോക്കിയിട്ട് അതിനെ റെക്ടിഫൈ ചെയ്യുക എന്നുള്ള രീതിയിൽ സർജിക്കൽ പ്രൊസീജിയേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതിനു മുൻപായിട്ട് ഹോമിയോപ്പതിയിൽ ചെന്ന് നമുക്ക് ഇഷ്ടംപോലെ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നോക്കി അതിന് തക്കതായിട്ടുള്ള രീതിയിലുള്ള മെഡിസിൻസ് തന്നിട്ടായിരിക്കും നമ്മുടെ ട്രീറ്റ്മെന്റ് പോവുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്ന പല ആൾക്കാരും, പ്രത്യേകിച്ച് സ്ത്രീകളിലും അതുപോലെ തന്നെ പ്രായമായി വരുന്ന ഒരു വാർദ്ധക്യത്തിലെത്തിയിട്ടുള്ള ആൾക്കാരിലും വീടുകളിലൊക്കെ പ്രായമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇത് കാണുന്നതായിരിക്കാം ഈ ഒരു കാഴ്ച, അല്ലെങ്കിൽ നമ്മൾ അറിയുന്നതായിരിക്കാം. അപ്പൊ എന്തായാലും നിങ്ങളിത് മനസ്സിലാക്കിയിരിക്കുക. ഇത് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.